തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഗ്രാഫ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ 8th തന്നെ ഗ്രാഫിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണ്, ഗ്രാഫിൽ നമ്മൾ കുറെ വാല്യൂസിനെ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെ, ഒരു ഗ്രാഫ് നോക്കിയിട്ട് ആ ഗ്രാഫിനെ അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റികളെ കുറിച്ച് എന്ത് കൺക്ലൂഷനിൽ എത്താൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ബേസിക് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ അനാലിസിസ് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാഫിനെ കുറിച്ച് കുറച്ച് പറയാം. സോ എന്താണ് ഗ്രാഫ്? ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് മോഷൻ. ഒരു ഗ്രാഫിന്റെ ഗ്രാഫിക്കൽ അനാലിസിസ് നമുക്ക് അതിനെ മോഷനിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഒരു ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫിന് രണ്ട് ആക്സിസ് ഉണ്ടാവും, എക്സ് ആക്സിസും വൈ ആക്സിസും. ഒരു ഗ്രാഫിന് രണ്ട് ആക്സിസ് ഉണ്ടാവും, എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ പോയിന്റ് 0, 0 എന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. അതുപോലെ ഒരു ഗ്രാഫിന് രണ്ട് ആക്സിസുകൾ ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും. നമുക്ക് എക്സാമ്പിൾ ഗ്രാഫ് എടുക്കാം. ഒരു എക്സാമ്പിൾ ഗ്രാഫാണ് ഈ ഗ്രാഫ്. ഈ ഗ്രാഫിനെ നമുക്ക് ഒ എ എന്ന് ഞാൻ പേര് വിളിക്കുകയാണ്. ഗ്രാഫിന്റെ പേര് ഒ എ എന്നാണ്. ഈ ഗ്രാഫിന് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് പറയാനുണ്ട്. ഒന്നാമത്തത്, ഈ ഗ്രാഫിന് ഒരു സ്ലോപ്പ് ഉണ്ട്. എന്താണ് സ്ലോപ്പ്? നമുക്ക് വേറൊരു ഗ്രാഫ് എടുക്കാം, ഒ ബി. ഒ ബി എന്ന ഗ്രാഫുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒ എ എന്ന ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലാണ്, ചെരിവ് കൂടുതലാണ്. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്ലോപ്പ്? സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് ഈസ് ഈക്വൽ ടു, നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരുപാട് രീതികൾ നമ്മുടെ സ്കോപ്പിൽ, 9th സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പിൽ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എപ്പോഴും വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസ് എന്നായിരിക്കും. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി വളരെ ശ്രദ്ധിക്കാനുള്ളതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫിനടിയിലുള്ള ഏരിയ വളരെ പ്രധാനമാണ്. എങ്ങനെ? നമുക്ക് ഈ ഗ്രാഫിനുള്ള ഏരിയ എടുക്കാം. നോക്കൂ, ഇത്രയും ഭാഗം ഈ ഒ എ എന്ന ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയയാണ്, ഏരിയ അണ്ടർ എ ഗ്രാഫ്. അതുപോലെ ഈ ഒ ബി എന്ന ഗ്രാഫിനടിയിലുള്ള ഏരിയ എങ്ങനെയിരിക്കും? നമുക്ക് വരച്ചു നോക്കാം. അത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇത്രയും ഭാഗമാണ്. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒ ബി എന്ന് പറയുന്ന ഗ്രാഫിനടിയിലുള്ള ഏരിയ ഞാൻ രണ്ടാമത് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അപ്പൊ ഈ ഏരിയകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് അനാലിസിസ്. ഒരു ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രാഫ് തന്നിട്ട് അതിന്റെ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വരയ്ക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഒരു കാർ മൂവ് ചെയ്ത് പോവുകയാണ്. ആ കാർ മൂവ് ചെയ്യുമ്പോഴുള്ള ടൈമും ഡിസ്റ്റൻസും നമുക്ക് നോക്കാം. 0 സെക്കൻഡ്, അതായത് സമയം, സ്റ്റോപ്പ് വാച്ചിലെ സമയം 0 സെക്കൻഡ്, സമയം ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ കാർ സഞ്ചരിക്കുന്ന ദൂരം 0 മീറ്റർ. എന്നാൽ 1 സെക്കൻഡായി, അപ്പൊ കാറ് 5 മീറ്ററിലെത്തി. 2 സെക്കൻഡായി 10 മീറ്ററിലെത്തി. 3 സെക്കൻഡായി 15 മീറ്ററിലെത്തി. 4 സെക്കൻഡായി 20 മീറ്ററിലെത്തി. അങ്ങനെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതിനൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഗ്രാഫിന് രണ്ട് ആക്സിസുകളുണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിൽ നമ്മൾ ടൈമിനെയും, എപ്പോഴും എക്സ് ആക്സിസിൽ ടൈമിനെയും വൈ ആക്സിസിൽ ഡിസ്റ്റൻസിനെയും വെച്ചു. അപ്പൊ എങ്ങനെ? 0, 0, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ. റെപ്രസെന്റ് ചെയ്യും. 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. ഇങ്ങനെയാണല്ലോ ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് നോക്കൂ കുട്ടികളെ, 0 സെക്കൻഡ് ആയപ്പോൾ പോയിന്റ് എവിടെ? 0.
1 സെക്കൻഡ് ആയപ്പോൾ 5, ഇവിടെ 2 സെക്കൻഡ് ആയപ്പോൾ 10, 3 ആയപ്പോൾ 15, 4 ആയപ്പോൾ 20 ചേർത്ത് വെച്ചോണ്ടൊരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നു? ഈ പറഞ്ഞ പോയിന്റുകളിലൂടെ എല്ലാം പാസ് ചെയ്ത് പോകുന്ന ഒരു ഗ്രാഫിനെ നമുക്ക് കിട്ടും. ഈ ഗ്രാഫിനെ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഞാൻ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. 0 സെക്കൻഡ് ആയപ്പോൾ 0, 1 സെക്കൻഡ് ആയപ്പോൾ 5, 2 സെക്കൻഡ് ആയപ്പോൾ 10, 3 സെക്കൻഡ് ആയപ്പോൾ 15, 4 സെക്കൻഡ് ആയപ്പോൾ 20 ഇങ്ങനെയുള്ള ഒരു ഗ്രാഫിനെ പ്ലോട്ട് ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ്, ഈ ഗ്രാഫിന്റെ പ്രത്യേകത സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ് ഈ ഗ്രാഫ്. ഇതാണ് ഒറിജിൻ. ആ ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. നോക്കൂ, സ്ലോപ്പ് ഓഫ് ഗിവൻ ഗ്രാഫ് is equal to y axis by x axis. ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഗ്രാഫിന്റെ y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി എന്താണ് കുട്ടികളെ? അത് ഡിസ്റ്റൻസ് ആണ്. x ആക്സിസിലുള്ള ക്വാണ്ടിറ്റി എന്താണ്? അത് ടൈം ആണ്. എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ചുരുക്കത്തിൽ എന്ത് പറയാം? എല്ലായ്പ്പോഴും നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, ഓൾവേസ് സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് will give speed. എപ്പോഴും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണോ, ആ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. ഇതുപോലെ കുറെ ഗ്രാഫുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഗ്രാഫുകളുടെയൊക്കെ അനാലിസിസും പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ മോഷൻ എങ്ങനെ തീരുമാനിക്കും എന്നാണ്. ഇനി വരുന്ന എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ആദ്യം എന്താണ് ഗ്രാഫ് എന്ന് പഠിക്കണം. എന്താണ് ഗ്രാഫ്? ഗ്രാഫിന് 2 ആക്സിസുകളുണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും. അതിൽ ചില ഗ്രാഫുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിന് ചില ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലായിരിക്കും, ചില ഗ്രാഫിന് സ്ലോപ്പ് കുറവായിരിക്കും. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കണം. എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് ഈസ് ഈക്വൽ ടു വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്. അതുപോലെ ഒരു ഗ്രാഫിനടിയിലുള്ള ഏരിയ എന്താണ്? ആ ഏരിയ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കാര്യങ്ങൾ പറഞ്ഞു പോകും, പിടിയിട്ടു. എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? ആ ഗ്രാഫിനടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടത്തെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഗ്രാഫ് OA ആണ്. ആ OA എന്ന് പറയുന്ന ഗ്രാഫിന് അടിയിലുള്ള ഏരിയ ഒരു ട്രയാങ്കുലർ പോർഷൻ ആണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത്രയും ഭാഗം ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഹാഫ് BH അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു ഗ്രാഫാണ് OB. അതിനടിയിലുള്ള ഏരിയയുടെ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനും നമുക്ക് ഹാഫ് BH ട്രയാങ്കിളിന്റെ ഫോമിൽ അപ്ലൈ ചെയ്യാം. 2 തവണയും കിട്ടുന്ന വാല്യൂസ് വേറെ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് കുറെ അനാലിസിസ് നമുക്ക് ഇനി വരുന്ന എക്സാമ്പിളിലൂടെ പഠിക്കാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞൊരു വാല്യൂ ഗ്രാഫാണ്. 0 സെക്കൻഡ് ആയപ്പോൾ 0 മീറ്റർ, 1 ആയപ്പോൾ 5, 2 ആയപ്പോൾ 10. ഇങ്ങനെ ടൈം കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഗ്രാഫിനെ ഇങ്ങനെ ആ വാല്യൂസിനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രാഫ് ഏതാണ്? സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. അങ്ങനെ നോക്കിയപ്പോൾ ആ സ്ട്രൈറ്റ് ലൈനിന്റെ കീഴിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് നമ്മൾ പഠിച്ചെടുക്കും. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. എന്താ സ്ലോപ്പ് ഗ്രാഫിന്റെ? വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്. അത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്താ ഡിസ്റ്റൻസ് ബൈ ടൈം? സ്പീഡാണ്. അതിന് എന്ത് പറയാം? ഓൾവേസ് സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വിൽ ഗിവ് യു സ്പീഡ്. ഇത് നിങ്ങൾ പഠിക്കാനുണ്ട്. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വിൽ ഗിവ് യു വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ആക്സിലറേഷൻ, സ്പീഡ് ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ജെർക്ക്. ഒരു സ്പെഷ്യൽ ഫിസിക്സിലെ പോയിന്റ് ആണ്.
തിരിച്ചതുപോലെ ഈ ഓരോ ഗ്രാഫിന്റെയും കീഴിലുള്ള ഏരിയ എന്ത് തരും, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം.